മലപ്പുറത്തെ യുവ വോട്ടുകൾ ലക്ഷ്യമിട്ട് മുന്നണി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി. പകുതിയിലധികം സമ്മതിദായകർ യുവാക്കളാണെന്ന തിരിച്ചറിവാണ് ഇവരെ ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ മുന്നണികളെ പ്രേരിപ്പിച്ചത്. യുവാക്കളുടെ പ്രത്യേക സ്ക്വാഡും വരും ദിനങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കായി രംഗത്തിറങ്ങും. 13 ലക്ഷത്തിലധികം വരുന്ന മലപ്പുറത്തെ വോട്ടർമാരിൽ 7 ലക്ഷത്തിലധികം പേർ 45 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. യുവ വോട്ടുകൾ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് ഇടത് വലത് മുന്നണികൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1,14,975 വോട്ടർമാർ പുതുതായി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് കൂടിയായ LDF സ്ഥാനാർത്ഥി MB ഫൈസലിന്റെ വിജയത്തിനായി യുവാക്കളെ പരമാവധി രംഗത്തിറക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. പുതിയ വോട്ടർമാരെ കണ്ട് പ്രത്യേകം വോട്ടഭ്യർത്ഥിക്കാനായി സ്ക്വാഡുകൾ രൂപീകരിക്കുമെന്ന് LDF പാർലമെന്റ് മണ്ഡലം കൺവീനർ EN മോഹൻദാസ് പറഞ്ഞു. എല്ലാ കന്നി വോട്ടർമാരെയും അതുപോലെ തന്നെ 35 വയസ്സിന് താഴെയുള്ള മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. UDFും യുവാക്കളെ ആകർഷിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയുമായുള്ള മുഖാമുഖം സംഘടിപ്പിച്ചിരുന്നു. ഇനി സ്ക്വാഡ് പ്രവർത്തനത്തിന് ഇവരെ സജീവമാക്കാനാണ് UDF തീരുമാനമെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. അവർക്കായിട്ട് പ്രത്യേക സ്ക്വാഡുണ്ട്. യുവജന സംഘടന യോഗം ചേർന്നിരുന്നു. അവർ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടേതായിട്ടുള്ള കുറേ പരിപാടികൾ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള 2-3 പരിപാടി. NDAയും യുവ വോട്ട് ഉറപ്പിക്കാനുള്ള പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ ഫേസ്ബുക്ക് പേജും വാട്സപ്പ് ഗ്രൂപ്പുകളും സജീവമാണെങ്കിലും വോട്ടുറപ്പിക്കാൻ യുവാക്കളെ രംഗത്തിറക്കാൻ തന്നെയാണ് മുന്നണികളുടെ തീരുമാനം. ക്യാമറാമാൻ അനിൽ കല്ലേശ്ശേരിക്കൊപ്പം മലപ്പുറത്ത് നിന്നും AK ലതീഷ്.